പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശ്വരേറ്റവും സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് രണ്ടാം പ്രമാണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാം പ്രമാണത്തിൻ്റെ മേഖല പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല എന്ന് എനിക്കറിയാം. രണ്ടാം പ്രമാണത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത് എന്നുള്ള കൽപ്പനകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം പ്രമാണത്തിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചുമുള്ള മഹത്വം വെളിപ്പെടുത്തുന്ന പ്രമാണമാണ് രണ്ടാം പ്രമാണം. ഒന്നാം പ്രമാണ മേഖലകളിൽ എന്തെങ്കിലും ഇനി കൂട്ടിച്ചേർക്കുവാൻ ഉള്ള കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാവുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെക്കുറിച്ച് നമ്മൾ സന്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. കാരണം നമുക്കറിയാം, ഒന്നാം പ്രമാണ മേഖല വളരെ വിശാലമായൊരു മേഖലയാണ്. മനുഷ്യജീവിതത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സകല ദുരിതങ്ങളുടെയും അടിസ്ഥാനമായ ഒരു കാരണം എന്ന് പറയുന്നത് ഒന്നാം പ്രമാണ മേഖലയാണ്. അപ്പോൾ ഈ ഒന്നാം പ്രമാണ മേഖലയിൽ വന്നുപോയ വീഴ്ചകൾ, ദൈവത്തിന് കൊടുക്കേണ്ട പ്രഥമ ആരാധന വന്നുപോയ വീഴ്ചകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും മേഖലകൾ ഇനിയും പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ പങ്കുവയ്ക്കുക. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ചിലപ്പോൾ ചില സന്ദേശങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾ ആ സന്ദേശം കേട്ട് കാണണമെന്നില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ചെയ്യാൻ. ഇനി ഇതുവരെയും നമ്മൾ സന്ദേശത്തിൽ നൽകാത്ത ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം പ്രമാണ മേഖലയെക്കുറിച്ച് പറയുന്നതായിരിക്കും. ഒരു കാര്യമുള്ളത്, നിങ്ങൾ ഈ സന്ദേശങ്ങളെല്ലാം തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതിന് വേണ്ടുന്ന ഒരു യഥാർത്ഥ പരിശുദ്ധിയിലേക്ക് വരുവാൻ നമ്മളെ സഹായിക്കുന്ന ശുശ്രൂഷകളാണിത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം നമ്മൾ വളരെ പരിശുദ്ധിയോടുകൂടെ തന്നെ ഇത് ഉൾക്കൊള്ളുകയും ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുകയും പങ്കെടുക്കുകയും വേണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാം വരവിനെക്കുറിച്ചുള്ള മറ്റ് ചില ഡീറ്റെയിൽസുകൾ നമുക്കറിയാം. രണ്ടാം വരവിൻ്റെ നിരവധിയായ മേഖലകളുണ്ട്. ആ മേഖലകൾ ബെത്ലഹേം TV-യിൽ നമ്മൾ ചില എപ്പിസോഡുകളായിട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 15ഓളം എപ്പിസോഡുകൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. 13 വന്നു, അടുത്തതിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതിൽ പറയുന്ന ഒരു കാര്യം ഇതിൽ പറയുകയില്ല, ഇതിൽ പറയുന്ന ഒരു കാര്യം അതിൽ പറയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളെ സൂചിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് സമയമെടുത്ത് യൂട്യൂബിൽ കിടപ്പുണ്ടതെല്ലാം ഇനി ഏതെങ്കിലും കാരണവശാൽ യൂട്യൂബ് ഡൗൺലോഡ് ചെയ്തിടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ഇട്ടിട്ട് പിന്നെ കേട്ടാലും മതി എന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഒരുപാട് പ്രബോധനങ്ങളുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ രണ്ടാം പ്രമാണ മേഖല, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7 നമ്മൾ വായിക്കുന്നുണ്ട്. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. തൻ്റെ നാമം വൃഥ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് പറയുമ്പോൾ, വെറുതെ ഉപയോഗിക്കരുത്, പ്രയോജനമില്ലാത്ത രീതിയിൽ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ വൃഥാവിലാകുന്ന രീതിയിൽ ഉപയോഗിക്കരുത്. പാണയിടുക എന്നൊരു മേഖല ഇതിനകത്തുണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു വരും, പിന്നെയുള്ള ഓരോ മേഖലകളിൽ കടന്നു വരും. അപ്പോൾ ഇവിടെ പറയുകയാണ്, കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. ആ നാമത്തിനൊരു മഹത്വമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അതങ്ങനെ വൃഥ ഉപയോഗിക്കുന്നവനെ, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നവനെ, ഏതെങ്കിലും രീതിയിൽ ദൈവഹിതമല്ലാത്ത രീതിയിൽ ആ നാമത്തെ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 4:11 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു ക്രിസ്തു. തുടർന്ന് പറയുകയാണ്, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ നാമം എന്ന് പറയുന്നത് യേശു നാമമാണ്. യേശുനാമം എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ യേശു എന്നുള്ള വാക്കൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് പുതിയ നിയമത്തിലാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ആ നാമത്തിനെ വിളിച്ചിരുന്ന പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറപ്പാട് പുസ്തകം 15:3 നമ്മൾ കാണുന്നു, കർത്താവ് യോദ്ധാവാകുന്നു, കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. അപ്പോൾ കർത്താവ് യോദ്ധാവാകുന്നു, കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇനി പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് കർത്താവായ യേശുവിൻ്റെ നാമം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യേശു എന്നുള്ള നാമമാണ് യഥാർത്ഥ നാമം.
യേശു. അത് പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഹീബ്രുവിൽ പറയുന്നു, അരമായ ഭാഷയിൽ പറയുന്നു, ഹെബ്രായ ഭാഷ, ഇങ്ങനെയുള്ള ഓരോരോ ഭാഷകളിൽ, ഇംഗ്ലീഷിൽ, മലയാളത്തിൽ, തമിഴിൽ, തെലുങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ ഒരുപാട് ഭാഷകളുണ്ട് ലോകത്തിൽ. ആ ഒരു രീതിക്കനുസരിച്ച് അത് പറയുന്നു. അതുകൊണ്ട് ഇന്ന ഭാഷ തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്, ചിലരെങ്കിലും ചില പൊട്ടത്തെറ്റുകൾ പലതും പറയുമ്പോൾ, പൊട്ടത്തെറ്റെന്ന് ഞാൻ പറയാൻ കാരണം നമ്മളവരെ ചെറുതാക്കുന്നതല്ല. ഈ അടുത്ത കാലത്ത് ആരോ പറയുന്നത് ഞാനിങ്ങനെ കേട്ടു. അവർ പറഞ്ഞു, ലാറ്റിൻ ഭാഷ പിശാചിനറിയത്തില്ലെന്ന്. പ്രിയമുള്ളവരെ, മനുഷ്യനുണ്ടാകുന്നതിന് വർഷങ്ങൾ, കോടിക്കണക്കിന് വർഷം മുമ്പ് തന്നെ മാലാഖമാരുണ്ട്. മാലാഖമാർ വഴിതെറ്റിയാണ് പൈശാചിക ശക്തികളുണ്ടാകുന്നത്, പിശാചുണ്ട്, ലൂസിഫർ ഉണ്ടാകുന്നത്. അപ്പോൾ ലൂസിഫറിന് എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഷകളും അറിയാവുന്നതാണ്. അല്ലാതെ ഇന്ന ഭാഷ ലൂസിഫറിന് അറിയത്തില്ലെന്ന് പറയുന്നത് നമ്മുടെ അജ്ഞതയാണ്. കാരണം അത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ആരോ ഒരിക്കലും അത് പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ലാറ്റിൻ ഭാഷയിൽ സംസാരിച്ചാൽ പിശാചിന് മനസ്സിലാകത്തില്ല എന്ന് പറയുന്നത് അരൂപികളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഇല്ലാത്ത വ്യക്തികൾക്കാണത്. കാരണം പ്രഭാപൂർണനായ മാലാഖ് രൂപത്തിൽ പോലും വേഷം കെട്ടി വരുന്ന പിശാചിന്, യേശുവിൻ്റെ നാമത്തിൽ പോലും വരുന്ന പിശാചിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയാമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില വിചിത്ര പ്രബോധനമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ബൈബിൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. കാരണം ഈ ഭാഷ പോലും ഭിന്നിപ്പിച്ച പൈശാചിക ശക്തികളെക്കുറിച്ച് ബാബേൽ ഗോപുരത്തിൻ്റെ മേഖലകൾ നമ്മൾ കാണുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് ഭാഷ ഉണ്ടാക്കുന്നു, കർത്താവ് അത് ഭിന്നിപ്പിക്കുന്നു. പിന്നെ ഒരു ഭാഷണ വരത്തിലേക്ക് നമ്മൾ വരുന്ന അപ്പോസ്തല പ്രവർത്തനം, ഇങ്ങനെ ഒരുപാട് മേഖലകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് ഇന്ന ഭാഷ പിശാചിന് അറിയാത്തില്ലെന്നൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കാനൊരു സുഖവും ചിലപ്പോൾ എന്തൊരു വിചിത്രതയായിട്ടൊക്കെ തോന്നും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പിശാചിന് ജോബിൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും അറിയാം, പക്ഷേ ജോബിൻ്റെ മനസ്സ് മാത്രമേ പിശാചിനെ അറിയാതെ പോയുള്ളൂ. കാരണം എത്ര പരീക്ഷ വന്നാലും പിശാചിൻ്റെ മുമ്പിൽ അവൻ കീഴടങ്ങത്തില്ല എന്ന് ജോബ് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം വിശ്വസ്തയോടെ ജോബിനെ പരീക്ഷകൾക്ക് വേണ്ടി, പിശാചിൻ്റെ പരീക്ഷകൾക്ക് വേണ്ടി വിട്ടു. ദൈവമല്ല പരീക്ഷിച്ചത്, പിശാചാണ് ജോബിനെ പരീക്ഷിച്ചത്, ദൈവം അനുവദിച്ചു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പൈശാചിക ശക്തികളുടെ പ്രവർത്തനമുള്ള ഈ കാലഘട്ടങ്ങളിൽ ലോകത്തിൽ ചില ഭാഷകൾ വെച്ചും കൊണ്ട് നമ്മൾ നടത്തുന്ന പല പ്രവൃത്തികളും നല്ലവണ്ണം ഒന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ചിലപ്പം വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ആയിരിക്കണമെന്നില്ല ഇതൊന്നും. ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ പുസ്തകത്തിൻ്റെ, ഡോക്യുമെൻറ്റ്സിൻ്റെ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടറിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആയിരിക്കും പോവുക. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, അല്ലെ പണമുണ്ട്, കഴിവുണ്ട്, കുറേ പാരമ്പര്യമുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാരണം പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ എല്ലാം ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ, വ്യക്തതയോടെ, വിശുദ്ധിയോടെയൊക്കെ, സ്നേഹത്തോടെയൊക്കെ പോയാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നവരെ വലിയ പൂർണ്ണരൊന്നുമല്ല, അപൂർണരാണ് നമ്മൾ. പല കാര്യത്തിലും നമുക്ക് അശുദ്ധിയുടെ ബന്ധനങ്ങളും പാപത്തിൻ്റെ ബന്ധനങ്ങളും ഒക്കെ, പ്രലോഭനങ്ങളും ഒക്കെ നമുക്ക് വന്നേക്കാം. ഇപ്പം ഞാനീ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് യേശു എന്നുള്ള വാക്ക് ഏത് രീതിയിൽ ഉപയോഗിച്ചാലും ആ വ്യക്തിയിലുള്ള വിശ്വാസത്തെയാണ് ഇവിടെ അടിസ്ഥാനമാക്കുന്നത്. യേശുവിലുള്ള വിശ്വാസം, ഞാൻ വ്യക്തി എന്ന് പറഞ്ഞത് അവിടുന്ന് ദൈവമാണ്, അവിടുന്നുള്ള വിശ്വാസത്തെയാണ് അടിസ്ഥാനമാക്കേണ്ടത്. ഇപ്പം നമുക്ക് ധ്യാനമൊക്കെ കൂടുമ്പോൾ കുറേ അറിവുകളൊക്കെ കിട്ടും ചിലയിടത്ത് ചെല്ലുമ്പോൾ. ഇന്ന മേഖലയെക്കുറിച്ചൊരു അറിവ്, അങ്ങനെ ആന്തരിക സൗഖ്യ മേഖലയെക്കുറിച്ചറിവ്, എല്ലാം നല്ലതാണ്, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പം നമുക്ക് നമ്മളെ പഴയ മനുഷ്യനെ കണ്ടെത്താനും നമുക്ക് ഇന്ന കണക്കുള്ള പ്രശ്നമുണ്ടെന്നൊക്കെ തിരിച്ചറിയാനും സാധിക്കും. പക്ഷേ ഇത് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാര്യം എന്താ? ഞാൻ വിശ്വാസപരമായിട്ട് ക്രിസ്തുവിനെ ആ മേഖലയിലേക്ക് കൊണ്ടുവന്ന് വിശ്വസിച്ച് യേശു ക്രിസ്തുവിന് ഇതിൻ്റെ മേലെ പൂർണ്ണമായ അധികാരമുണ്ട്, അതിനാൽ കർത്താവിന് ഇപ്പോൾ തന്നെ എൻ്റെ ഈ പ്രശ്നത്തെ പരിഹരിക്കാനും എൻ്റെ ഈ രോഗത്തെ സൗഖ്യപ്പെടുത്താനും എന്നെ അനുഗ്രഹിക്കാനും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ അറിയപ്പെടുക എന്നുള്ളത് മാത്രമല്ല, അതിൽ വിശ്വസിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോസ്തല പ്രവർത്തനം 16:30 നമ്മൾ കാണുന്നുണ്ട്, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. യേശുവിനെ അറിയുക എന്നുള്ളത് മാത്രമല്ല, യേശുവിനെ അറിയുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്, ഫസ്റ്റ് സ്റ്റെപ്പാണ്. അറിഞ്ഞ യേശുവിനെ വിശ്വസിക്കുക എന്നുള്ളൊരു മേഖലയുണ്ട്. അത് പറഞ്ഞത് ആകാശത്തിന് കീഴെ മനുഷ്യരെ ഇടയിൽ, അപ്പോൾ ആകാശത്തിന് കീഴിൽ, ഇപ്പോൾ ഭൂമിയിൽ മനുഷ്യരെ ഇടയിൽ അവിടെ പറയുകയാണ്, നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ രക്ഷിക്കാനുള്ള ഏക നാമം യേശുവിൻ്റെ നാമം. അപ്പോൾ ആ നാമത്തെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഉപയോഗിച്ച് വരുന്ന
രീതികളെക്കുറിച്ചാണ് ഈ കൽപ്പനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ നല്ലതായിട്ട് കാണുന്ന പല രീതികളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് പരിശോധിക്കണം. മറ്റൊന്ന്, ഇന്ന് പലപ്പോഴും ആത്മീയ മേഖല കൂടുതലും മനുഷ്യൻ ഉപയോഗിക്കുന്നത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ ഉപയോഗിക്കുക. 1 കൊരിന്ത്യർ 15:19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യനാണ്. അപ്പോൾ അവർ ക്രിസ്തുവിൽ അവർക്ക് പ്രത്യാശയുണ്ട്, പക്ഷേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. വിസാടസം മാറണം, ലോകം മാറണം, കഷ്ടപ്പാട് മാറണം, വസ്തു വിൽക്കണം, വീട് കിട്ടണം, വീട് പണിയണം, മക്കളെ കെട്ടിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നത്. അവർ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ പോകുന്നതും ധ്യാന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതും എല്ലാം ആ ഒരു ലക്ഷ്യം വെച്ചാൽ അത് കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും അവരുടെ സ്വഭാവങ്ങൾക്ക് മാറ്റമില്ല. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? അവരുടെ പ്രാർത്ഥനകൾ അവർ വർദ്ധിപ്പിക്കുന്നു, കാര്യം നടക്കുന്നു. ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന അത്ഭുതം കർത്താവിൻ്റെ തന്നെയാണോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും. കാരണം പിശാചിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ലൂക്കാസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പം പരീക്ഷണ സമയത്ത് മാർക്കോസ് സുവിശേഷം, ലൂക്കാസ് സുവിശേഷവും മത്തായി സുവിശേഷത്തിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അതിൽ വ്യക്തമായിട്ട് പറയുന്നൊരു വാക്കിങ്ങനെയാണ്: എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനത് നൽകുന്നു, എന്നെ ആരാധിക്കുന്നവർക്ക് ഞാനത് നൽകുന്നു. എന്തെല്ലാം നൽകും? പണം നൽകും, വീട് നൽകും, ജോലി നൽകും, ആരോഗ്യം നൽകും, വസ്തുക്കൾ. കാരണം പാപം ചെയ്യാൻ ആരോഗ്യം വേണം മനുഷ്യർക്ക്. അപ്പോൾ ചിലർക്കുള്ള ആരോഗ്യം കൊടുക്കുന്നത് പിശാച് കൊടുക്കുന്ന ആരോഗ്യമുണ്ട്. അതുപയോഗിച്ച് അവർ പാപം ചെയ്യുന്നു, മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നു. അപ്പോൾ ദൈവമാണ് ആരോഗ്യം തരുന്നത് നമ്മൾ ചിന്തിക്കരുത്. കാരണം പിശാച് ചില മനുഷ്യർക്ക്, നിങ്ങൾ കണ്ടിട്ടില്ലേ, വളരെ പൈശാചിക ബന്ധനത്തിലായിരിക്കുന്ന ചില മനുഷ്യർക്ക് രോഗങ്ങളൊന്നുമില്ല, വലിയ ദുരിതങ്ങളും കഷ്ടപ്പാടില്ലാത്ത പല മനുഷ്യരെയും കാണാൻ പറ്റും നിങ്ങൾക്ക്. എന്തുകൊണ്ടാണ്? അവർ അവൻ്റെ സേവ ചെയ്യുന്നത് കൊണ്ട് താൽക്കാലികമായിട്ട് അവൻ്റെ ഇന്ന് കിട്ടുകയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവർ ചെയ്ത പ്രവർത്തികളെ പരിണതഫലമായി ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ശാപത്തിനും ശിക്ഷയ്ക്കും തകർച്ചയ്ക്കും അടിമകളായിത്തീരുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് ദൈവമായിട്ടുള്ള ബന്ധം മുഴുവൻ വിച്ഛേദിക്കപ്പെട്ടതുകൊണ്ട് അവർ ദൈവത്തെ ശപിക്കുകയും അവരുടെ ജീവിത അവസാനം വളരെ ദയനീയമായി തീരുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ ഉപയോഗിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെ ആകരുത്. നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ രക്ഷകനായിട്ട് കണ്ട് വിശ്വസിക്കാൻ പറ്റും. രക്ഷകൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മേഖലയല്ല, ഒരു മനുഷ്യൻ്റെ ആത്മാവ്, മനസ്സ്, ശരീരം, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അവനെ പാപത്തിന് മോചിപ്പിക്കുക, രക്ഷിക്കുക, രോഗത്തിന് മോചിപ്പിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 2:21 പറയുന്നുണ്ട്: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. എല്ലാവരും രക്ഷ പ്രാപിക്കത്തില്ല. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. മറ്റുള്ളവർ രക്ഷപ്പെടുന്ന കുറച്ച് പേരുണ്ട്. രോഗം വന്നു, രോഗത്തിന് രക്ഷപ്പെട്ടു, ഇപ്പോൾ മരുന്ന് കഴിച്ചാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നല്ലൊരു ചികിത്സിക്കുന്ന ഒരു വൈദ്യൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് ചെന്ന് അയാൾ ചികിത്സിച്ച് നല്ല മരുന്ന് തന്നാൽ നമുക്ക് രോഗം മാറിക്കിട്ടും. പണമുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ പറയുകയാണ്, നിൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6:9 സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം. അപ്പോൾ പിതാവിൻ്റെ നാമം, പുത്രൻ്റെ നാമം, പരിശുദ്ധാത്മനാമം പൂജിതമാകണം. അപ്പോൾ പിതാവിൻ്റെ നാമം പൂജിതമാകണം. ആ നാമം പൂജിതമാകുന്നത് 1000 വർഷത്തെ കാലഘട്ട ഭരണങ്ങളിലാണ് പൂജിതമാകുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലും ആ നാമത്തിൻ്റെ പൂജിതം ഉണ്ടായിരിക്കണം. അവിടെ പറഞ്ഞത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ എല്ലാവരും വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കും. ഇനി റോമ 10:13 പറയുന്നുണ്ട്: എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ചിലർ ചോദിക്കും, ഞാൻ ധ്യാനം കൂടിയല്ലോ, എന്നിട്ട് എന്താണ് രക്ഷ പ്രാപിക്കാത്തത്? റോമാക്കാർക്ക് ലേഖനം 10 നമ്മൾ വായിക്കുന്നുണ്ട്: യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ അതിനൊരു രീതി കിടക്കുന്നത് എന്താ? ഹൃദയത്തിൽ വിശ്വസിക്കാതെ യേശുവിൻ്റെ പേര് ഉപയോഗിക്കുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം. വിശ്വാസമില്ല. വിശ്വാസം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഒറ്റ വിശ്വാസമേ ഉള്ളൂ, അത് ക്രിസ്തുവിൽ മാത്രമാണ് വിശ്വാസം. ചില പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, മുസ്ലിങ്ങൾക്കും വിശ്വാസമുണ്ട് യേശുവിൽ, ഹിന്ദുക്കൾക്കും വിശ്വാസമുണ്ട് യേശുവിൽ, പലർക്കും യേശുവിൽ വിശ്വാസമുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ അതൊരു വിശ്വാസമല്ല. അവർക്കൊരു ഭക്തിയാണ് ഉള്ളത്, ഒരു നല്ല ദൈവം എന്നൊരു കൺസെപ്റ്റ് മാത്രമേ അവർ കാണുന്നുള്ളൂ. പക്ഷേ വിശ്വാസം വരുമ്പോൾ എന്താണ്? മറ്റ് വിശ്വസിക്കുന്ന എല്ലാം ആ വ്യക്തി മാറ്റിവെക്കുന്നു. തന്നെ മറ്റെല്ലാ വിശ്വാസങ്ങളെയും മാറ്റിവെക്കുകയെല്ലാം വിശ്വാസങ്ങളെയും എടുത്ത് കളയുന്നു. അപ്പോൾ മറ്റെല്ലാ വിശ്വാസങ്ങളെയും വേണ്ട എന്ന് വെച്ച് ഞാൻ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റേതായിരിക്കുന്ന ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തെ വേണ്ട എന്ന് വെച്ച്
ക്രിസ്തു വിശ്വാസത്തെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്വീകരിക്കുക. അവിടെയാണ് രക്ഷ നമുക്ക് പൂർണ്ണമാക്കപ്പെടുക. ഇപ്പോൾ ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്വീകരിക്കാതെ ഒരു ഭക്തിയുടെ ഭാഗ്യരൂപത്തിൽ ഇപ്പോൾ പള്ളിയിൽ പോകുന്ന എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറയാൻ പറ്റത്തില്ല. തിരുനാൾ നടത്തുന്ന എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവർ ക്രിസ്തുവിനോട് അടുപ്പം കാണിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതായിട്ട് അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രവൃത്തികളിൽ അവർ പാപബന്ധനത്തിലാണ്, പൈശാചിക ശക്തിയുടെ അടിമത്തത്തിലാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അത് പറയുന്നൊരു കാര്യമാണ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനം, പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ 2 തിമോത്തിയിൽ 2:19 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു, കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു, കർത്താവ് തൻ്റെ കൂടെ നിൽക്കുന്നവരെ അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. എന്താണ്? പാപം ചെയ്യുന്നവർക്കൊരിക്കലും കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ യേശുനാമം യഥാർത്ഥത്തിൽ വിശ്വാസപൂർവ്വം വിളിക്കാൻ പറ്റൂ. അല്ലെ ഇപ്പോൾ ധ്യാനഗുരു പറഞ്ഞുകൊണ്ട് എല്ലാവരും യേശുവേ എന്ന് വിളിക്കാൻ പറഞ്ഞാൽ ഉച്ചത്തിൽ വിളിക്കും, യേശുവേ സ്തോത്രം എന്ന് പറയാൻ പറഞ്ഞാൽ സ്തോത്രം എന്ന് പറയും. ഇപ്പോൾ ഏറ്റവും വലിയ കൊടുത്താൽ അവരത് പറയും. കാര്യം എന്താ? പലപ്പോഴും ധ്യാനത്തിന് വരുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അതുകൊണ്ട് ഏതെങ്കിലും പ്രാർത്ഥന ചൊല്ലി എങ്ങനെയും എൻ്റെ ഈ പ്രശ്നം ഒന്ന് മാറുക എന്നുള്ളതാണ്. അതിന് വിശ്വസിക്കണമെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ വിശ്വസിച്ച പോലെയൊക്കെ കാണിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് 1 യോഹന്നാൻ 2:12 പറയുന്നു, കുഞ്ഞുമക്കളെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അവൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു പാപക്ഷമയുടെ സ്വാതന്ത്ര്യം നമുക്ക് യേശു നാമത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിരവധി പേര് കർത്താവിൻ്റെ നാമത്തെ എന്ത് ചെയ്യുന്നു? നിയമാവർത്തന പുസ്തകം 5:11 അത് തന്നെ പറയുന്നത്, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്, തൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നതിനെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല. അപ്പോൾ കർത്താവിൻ്റെ നാമത്തെ വൃഥാ ഉപയോഗിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ മുൻപ് മാറിയിട്ടുണ്ടെങ്കിൽ, അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനോർത്ത് അനുദപിക്കണം. കാരണം നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ ചിന്തിക്കാം, അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ദുരുപയോഗിക്കപ്പെട്ടു പോകുന്നൊരു നാമമാണ് ക്രിസ്തുവിൻ്റെ നാമം. കാരണം യേശുനാമത്തിൽ നടക്കുന്നവർ, യേശുനാമത്തിൽ ജീവിക്കുന്നവർ, ശുശ്രൂഷ ചെയ്യുന്നവർ, ദൈവവിളി സ്വീകരിച്ചിരിക്കുന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നാമം എന്തിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു? അല്ലെങ്കിൽ ഈ നാമത്തിൻ്റെ പേരിൽ നടക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകാനാണോ അതോ എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകാനാണോ? ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്നു, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് പറയുന്നു, യേശുവിൻ്റെ നാമത്തിലാണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത്, സന്യാസം സ്വീകരിച്ചത്. പക്ഷേ ക്രിസ്തുവിന് ഹിതകരമായ, ക്രിസ്തുവുമായിട്ട് ചേർന്ന എന്തെങ്കിലും പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവവിളി സ്വീകരിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് അൽമാനാണെങ്കിലും സന്യസ്തരാണെങ്കിലും എല്ലാം ശ്രദ്ധിക്കണം. ഇത് ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഇപ്പോൾ ബിസിനസ്സുകാർ യേശുവിനെ നാം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ചില കടകളിലേക്ക് പേര് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജീസസ് എന്ന് പേരുള്ള കടകളുണ്ട്. എമാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള. ഇപ്പോൾ പലരെയും എമാനുവൽ എന്ന പേരുണ്ട്, പക്ഷേ പിശാചായിരിക്കും കൂടെ നടക്കുന്നത്. ക്രിസ്തഫർ എന്ന പേരുണ്ട്, പക്ഷേ പിശാചായിരിക്കും കൂടെ നടക്കുന്നത്. അപ്പം ക്രൈസ്റ്റ് എന്ന് വരുന്ന അർത്ഥത്തിൽ ഒരുപാട് പേരുകൾ സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ പിശാചിൻ്റെ പണിയായിരിക്കും ചെയ്യുന്ന മൊത്തം. ഇപ്പോൾ ചിലടത്ത് പരിശുദ്ധ അമ്മയുടെ പേരുള്ള സ്ഥാപനങ്ങളുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലിശയ്ക്ക് കൊടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ബ്ലേഡ് സംബന്ധമായ, എന്ന് വെച്ചാൽ അനാവശ്യ പലിശകൾ, അതുപോലത്തെ ബിസിനസ്സുകൾ നടത്തുന്നവർ മൊത്തം കള്ളത്തര, യുദാസിൻ്റെ പണിയാണ് മൊത്തം ചെയ്യുന്നത്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു? പേരിട്ടിരിക്കുന്ന കർത്താവിൻ്റെ പേര്, മാതാവിൻ്റെ പേര്, ഇങ്ങനെയൊക്കെയുള്ള പേരുകളിട്ട് ആ ദൈവനാമത്തെ നമ്മൾ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ കാലഘട്ടങ്ങളിൽ ആവശ്യമാണ്. അതിനാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇപ്പോൾ ചിലർ കുരിശിങ്ങനെ ഇവിടെ തൂക്കിയിടാറുണ്ട്. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വിട്ട് വടക്കേൻ്റെ ചെല്ലാനുള്ള ധൈര്യം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ആൾക്കാർ മുഴുവൻ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഇവിടെയൊക്കെ ബസ്സിൽ പോകുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഇങ്ങനെ പല ഷോയും കാണിച്ച് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്ത് പറ്റും? ഇടി കൊള്ളുമെന്ന് അറിയാവുന്നതുകൊണ്ട് പലരും എടുത്ത് പോക്കറ്റിനകത്തിടും. അവിടെ കൊന്ത പോലും ഇടാതെ നടക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. പെന്തക്കോസ്തുകാരല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വിശ്വാസം ഒരു സ്റ്റഡി ആയിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഏച്ചു കെട്ടുന്ന ഒന്നല്ല, അവസരോചിതമായിട്ട് മാറേണ്ടതല്ല നമ്മുടെ ജീവിതവും വിശ്വാസവും എന്നുള്ളത്. ഇപ്പം ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വടക്കേ ഇന്ത്യൻ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സം BJP-ക്കാരാണ്, RSS-കാരാണെന്നുള്ളത്. അവർ തടസ്സം നിന്നോട്ടെ, പക്ഷേ ഒരു കാലത്ത് തടസ്സം ഇല്ലായിരുന്നല്ലോ. അന്ന് ഇപ്പോൾ ആയിരിക്കുന്ന ആ വ്യക്തികളുടെ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ബന്ധുക്കളോടോ
പൂർവ്വതലമുറയോട് എന്തുകൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞില്ല? അത് പറയാത്തത് കൊണ്ട് എന്തു പറ്റി? വീണ്ടും അവരുടെ അടുത്ത തലമുറകൾ എന്തായി? ക്രിസ്തു വിശ്വാസമില്ലാതെ കടന്നു വരികയും അവരിലേക്ക് പൈശാചിക ശക്തിയിൽ പ്രവേശിച്ച് ക്രൂരമായ പീഡനങ്ങൾക്ക് അവിടെയുള്ളവർ ഇരയാവുകയും ചെയ്തു. കാരണം അവിടെയൊക്കെ ഒരുപാട് പോയി മുതലെടുപ്പ് നടത്തി. സ്കൂളും കോളേജും അതുപോലുള്ള ആശുപത്രികൾ, സ്ഥാപനങ്ങൾ വിട്ടു. പ്രിയമുള്ളവർ, ഒരു മനുഷ്യന് ആവശ്യം അവൻ്റെ ആരോഗ്യമാണ് അവൻ പ്രധാനമായിട്ട് കാണുന്നതെങ്കിലും ആത്മാവിലുള്ള ആരോഗ്യവും ആത്മാവിലുള്ള ജീവിതവും അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് അനുഗ്രഹത്തിലേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് കാരുണ്യ പ്രവൃത്തിയോ ചാരിറ്റിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ദരിദ്രനെ സഹായിക്കുകയൊക്കെ വേണം. പക്ഷേ സഹായിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, ആ വ്യക്തിയുടെ ആത്മാവിനെക്കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കാൻ തയ്യാറാണ്. അല്ലാതെ ശരീരത്തിനുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും പോയി പാപത്തിൽ ജീവിക്കും, അവർക്ക് ഇഷ്ടമുള്ള കണക്ക് ജീവിച്ച് മുന്നോട്ട് പോകും, വീണ്ടും വീണ്ടും എന്നും പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ചില കുടുംബങ്ങൾ നിങ്ങൾ എത്തിച്ചറിയാൻ പറ്റും, അവർക്ക് കടം ഉണ്ട്, ആ കടം ഒന്ന് തീർന്നു വരുമ്പോൾ അടുത്ത കടം കയറുന്ന കാണാൻ പറ്റും. അതിൻ്റെ ഒരു ബന്ധനം അവരുടെ കുടുംബത്തിൽ കിടപ്പുണ്ട്. പക്ഷേ അതിന് അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ കടം തീർക്കാളം മുഴുവൻ കാശും പല സ്ഥലത്തും കൊണ്ടുപോയി കൊടുത്ത് ആ രീതിയിലുള്ള പ്രാർത്ഥനയല്ലേ, ഈ രീതിയിലുള്ള പ്രാർത്ഥനയല്ലേ, ആ രീതി കുർബാനയല്ലേ, ഈ രീതി കുർബാനയല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ചിലർക്ക് പിന്നെ കാശൊക്കെ ഉള്ള ചില മനുഷ്യരെ ഞാൻ കാണുമ്പം അറിയാൻ പറ്റും. അവർക്കിപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പീഡനം ഏൽക്കുന്ന വ്യക്തികളൊക്കെ കളിയാക്കുന്ന ക്രിസ്ത്യാനികളെ കാണാൻ പറ്റും. ഇവനൊക്കെ വേറൊരു പണിയില്ല, സുവിശേഷമായിട്ട് ഇങ്ങനെ അടയ്ക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നവരെ കാണാൻ പറ്റും. കാര്യം എന്താ? ഇവരെ സംബന്ധിച്ചോളം പണം ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് തിന്നാനുള്ള ഒരുപാടുണ്ട്. പറ്റുമെങ്കിൽ ആരെങ്കിലും വെട്ടിച്ചും തടിച്ചും വീണ്ടും വീണ്ടും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. പുറമേ ഒരു ആൾക്കാരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി ഒരു ആത്മീയ മേഖലയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കാണുമ്പോൾ പ്രൈസോടൊക്കെ ആയിരിക്കും പറയുന്നത്, പക്ഷേ ചെയ്യുന്ന മൊത്തം അനീതിയായിരിക്കും. അതുകൊണ്ടാണ് ഈ നാമം അശുദ്ധമാക്കി പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യ ലോകത്തിലുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വെച്ചും കൊണ്ട് നമ്മൾ ചില മേഖലകളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചിലത് പഠിച്ചു പോകാം, മനസ്സിലാക്കാം. അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൈബിൾ വചനം പറയുന്നു, നിന്നെ ശിക്ഷിക്കാതെ കർത്താവ് വിടുകയില്ല. കാരണം ആ നാമം മഹത്വമേറിയ നാമമാണ്. ആ നാമത്തിന് വലിയ അർത്ഥമുണ്ട്. നിരവധി പേരെ രക്ഷയിലേക്ക് നയിക്കുന്ന, ആകാശത്തിന് കീഴിൽ രക്ഷിക്കാനുള്ള ഏകനാമമാണത്. ആ രക്ഷയുടെ നാമം നമ്മുടെ പക്കലേക്ക് വന്നിട്ടും മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ടും നമ്മളത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശിക്ഷയിലാണ്, ശിക്ഷാവിധിയിലാണ്, ശിക്ഷയിൽ ആണ് കിടക്കുന്നത്. അങ്ങനെ നമ്മൾ തകർന്നു പോകാതിരിക്കാൻ തീരുമാനമെടുക്കുക. അതുകൊണ്ട് കർത്താവിൻ്റെ നാമം നശിപ്പിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമം വെറുതെ ആവശ്യമില്ലാതെ വലിച്ചഴിക്കാതിരിക്കാനായിട്ട് തീരുമാനമെടുക്കുക. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനം ഈ മാസം ചെയ്യണമെന്നുണ്ട്. അപ്പം താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ആൾക്കാരായി കഴിഞ്ഞാൽ ധ്യാനത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്യത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എല്ലാവരും വരാമെന്നേക്കും, അവസാന സമയമാകുമ്പോൾ ആരും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് രോഗമാണ്, കാലുവേദനയാണ്, തലവേദനയാണ്, മഴയാണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അങ്ങ് ഒഴിവാകുന്ന കാണാൻ പറ്റും. ഇതിപ്പം ഈ കാലഘട്ടത്തിലുള്ളതല്ല. പണ്ട് ഈശോയുടെ കാലഘട്ടങ്ങളിലും കാളയെ മേടിച്ചുകൊണ്ട് ഒഴിവായവരുണ്ട്. അതുപോലെ വിരുന്നിന് വിളിച്ചപ്പോൾ കാളയെ മേടിച്ചപ്പോൾ ഒഴിവായവരുണ്ട്. പറമ്പ് മേടിച്ചതിൻ്റെ പേര് ഒഴിവായവരുണ്ട്. കല്യാണം കഴിച്ചതിൻ്റെ പേര് ഒഴിവായവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തലമുറകളായിട്ട് ഇങ്ങനെ തുടർന്ന് വരുന്ന കുറേ ഒഴിവാക്കലുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ധ്യാനം ക്രമീകരിക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കും. അപ്പോൾ ഈ ശുശ്രൂഷയിലെ ഇവിടെ നമ്മൾ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ ഓരോ ശുശ്രൂഷകളും കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നതാകട്ടെ. നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അവിടുത്തെ രാജ്യം വരണമേ. ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഏകനാമമാകുന്ന യേശു ക്രിസ്തുവെ, ആ രക്ഷ സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലൂടെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനാൽ പരിശുദ്ധാത്മാവെ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ജീവൻ നയിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. മിഖാൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേട്ടതിന് നന്ദി പറയുന്നു. നിങ്ങളുടെ കുടുംബങ്ങളും എല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ മദർ മേരി മിനിസ്ട്രിയുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിനും ശുശ്രൂഷയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാവിധ സഹായങ്ങളും പ്രാർത്ഥനകളും എല്ലാം നൽകുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മുടെ എല്ലാവരെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം ഈശോനാഥനല്ലയോ, പ്രവാചകന്മാർ മുന്നേ ചൊന്നൊരു രക്ഷാ
ഈശുനാഥനല്ലയോ ഈശുനാഥനല്ലയോ